ഹലോ, വെൽക്കം ടു സിൻഡ ബുട്ടിക്. ഇന്നും ഒരു മാലയുടെ വീഡിയോ ആണ് കേട്ടോ. കാരണം കുറച്ചിങ്ങനെ അടുപ്പിച്ചാൽ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് കേട്ടോ മാലയുടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. സാരിയും ചുരിദാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അടുപ്പിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഇതേ കണ്ടോ, അടുത്തൊരു മാല കണ്ടോ. അതെ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതേ ഞാൻ കാണിച്ചത്. ഇതാണ് മാല, കണ്ടില്ലേ? ഇത് കാണുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഈ ബീഡ് കാണുന്നത് മൊണാലിസ ബീഡ് എന്നാണ് അവർ പറയണത്. ഒരു ഷേപ്പ് നീണ്ടിട്ട് എങ്ങനെയുള്ള ഒരു ഷേപ്പാണ് കേട്ടോ, കണ്ടില്ലേ? അത് കഴിഞ്ഞാൽ ഗോൾഡൻ ബീഡാണ്. ഗോൾഡൻ ബീഡ് പ്ലെയിൻ അല്ല, ഇങ്ങനെ ബോൾസ് പോലെ ഇങ്ങനെയുള്ളതാണ്. ഗോൾഡൻ ബീഡാണ്. ഇത് ചെയിൻ വരും. എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതേ കണ്ടല്ലോ, ഇത്രയാണ് അതിൻ്റെ ലെങ്ത് ഒക്കെ വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതാണ് അതിൻ്റെ, നമുക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത്രയാണ് കേട്ടോ. എനിക്ക് ഇത്രയും വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഒരു വണ്ണുള്ളത് കൊണ്ട് ഇത്രയും ലെങ്ത്ത്, അല്ലാത്തവർക്കൊക്കെ ഈ ഒരു ലെങ്ത്തിലൊക്കെ നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ പറഞ്ഞിങ്ങനെയുള്ളവർ ബാക്ക് ചെയിനൊക്കെ മേടിച്ച് വെച്ചാലേ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ലെങ്ത്തിലിടാം കേട്ടോ. ചിലർക്കൊക്കെ ലെങ്ത്തൊക്കെ ഇഷ്ടമായിരിക്കും. നമ്മൾ ബാക്ക് ചെയിനൊക്കെ ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ ലെങ്ത്ത് കണ്ട ഇത്ര ഒരു ലെങ്ത്തിൽ നിൽക്കും, അത് അങ്ങനെ നിൽക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലാതെ ഇങ്ങനെ ഇടുന്നവർക്ക് ഇങ്ങനെ ഇടാം കേട്ടോ. ചിലരൊക്കെ ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും ലെങ്ത്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 700 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. കാരണം മാലയൊക്കെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് സെയിം തന്നെയാണ്. ഇതിൻ്റെ കളർ ഞാൻ പറയുന്നത് വയലറ്റ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുമ്പോഴും അത് തന്നെയാണ് തോന്നണത്, ഒരു വയലറ്റ് പർപ്പിൾ ആ ഒരു ഷെയ്ഡ് കേട്ടോ. പിന്നെ ഗോൾഡൻ ബീഡാണ്, അതിൽ കട്ടിങ് ഉള്ള ഒരു ഗോൾഡൻ ബീഡാണ്, പ്ലെയിൻ അല്ല, ചെയിനാണ്. ഹുക്ക് ഇതാണ് ലെങ്ത്ത് വരുന്നത്. ഞാൻ വെച്ച് കാണിച്ചത് ലെങ്ത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 700 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ 2-3 ഇട്ടിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ഇട്ടതൊക്കെ പോയിട്ടോ, സെയിലായി പോയി. അതുകൊണ്ടാണ് പിന്നത്തെ ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ. നല്ലൊരു മംഗലസൂത്രം ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കളക്ഷനും വെറൈറ്റി ആയിട്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് വെറൈറ്റി ആകാൻ വേണ്ടിയാണ് പല കളക്ഷനായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അല്ലേ ഈ ഇതുപോലത്തെ മാലകളൊക്കെ യൂസ് ചെയ്യണത്. സാരിയുടെ ഒപ്പമൊക്കെ ഇപ്പോൾ ഒരു കല്യാണം അങ്ങനത്തെ വലിയ ഫംഗ്ഷനാണെങ്കിൽ ഹെവി ആയിട്ടുള്ള മാല യൂസ് ചെയ്യും. അല്ലാതെ ഇപ്പോൾ നമ്മൾ സാധാ ഒരു സാരിയിലൊക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഒന്ന് പുറത്ത് പോകാനൊക്കെ ഇങ്ങനത്തെ മാലകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യണത് കേട്ടോ. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഗോൾഡൊക്കെ ഇത്രയും റേറ്റ് ആയതുകൊണ്ട് എന്നും മാറി യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു ട്രെൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാമല്ലോ, മാറി പല ഇതിലല്ലേ. ഇത്രയല്ലേ റേറ്റ് വരുന്നുള്ളൂ. പെട്ടെന്നൊന്നും നിറൊന്നും പോവില്ല കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് അത് ബോക്സിലൊക്കെ ഒരു കോട്ടൺ വെച്ച് ബോക്സിലിട്ട് വെച്ച് ഒത്തിരി നാൾ കൊല്ലങ്ങളോളം നമുക്കതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും ഫെയ്ഡ് ആവണമെന്നല്ല കേട്ടോ. അതെ, കാണുമ്പോൾ ശരിക്കും നല്ല റിച്ച് ലുക്കും കിട്ടും അല്ലേ. ഗോൾഡ് യൂസ് ചെയ്യണ ആ ഗോൾഡ് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് ഗോൾഡ് അല്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ കാണുന്ന പലരും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അപ്പോൾ അത് പറഞ്ഞാൽ മാത്രമേ അത് ഗോൾഡ് അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ മാലകൾ ഇഷ്ടമുള്ളവരെ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. 8078742380 വാട്സപ്പ് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ ഞാൻ മാല പോസ്റ്റ് വഴി അയച്ചു തരാം കേട്ടോ. നിങ്ങൾ കൊറിയർ ചെയ്യേ. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അതുപോലെ ചുരിദാറും സാരിയുടെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. സാരീസൊക്കെ ബിലോ 2000-ലാണ്. 1000-ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ വരിക, എല്ലാവരും പർച്ചേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്